ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തങ്ങളെ നമ്മുടെ യുവതലമുറ ലഹരിയിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതിന് നമുക്ക് എത്ര കണ്ട് എങ്ങനെ ഒരു തടയണ സൃഷ്ടിക്കാൻ പറ്റും? അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ന് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് വ്യക്തിപരമായി പേഴ്സണൽ ടു പേഴ്സൺ ഒരു കുട്ടി ഇതിൽ അഡിക്റ്റായി എന്ന് തോന്നിയാൽ ഇങ്ങനെ വാല് പറയലും പ്രസംഗിക്കലും മോട്ടിവേഷൻ കൊടുക്കുക, ആ കുട്ടീൻ്റെ വീട്ടിൽ പോവുക, കുട്ടീനെ ഏത് വിധത്തിലാണ് കുട്ടീനെ കയ്യിലാക്കുക എന്ന് മനസ്സിലാക്കുക, എന്നിട്ടുള്ള നല്ലൊരു മോട്ടിവേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിങ് അതിന് വേണ്ടി രൂപീകരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം വേണം. തീർച്ചയായും ഇതിപ്പോൾ എല്ലാ മേഖലയിലും ചെറുതും വലുതും ജാതിയും ഭേദമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും ഇത് വളരെയേറെ സമൂഹത്തെ ഗ്രസിച്ചൊരു വിഷയമാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ വിഷയം. ഏറ്റവും വലിയൊരു വൈറസോ അപകടമോ ഒരു ആഭ്യന്തര കലാപത്തിന് അപ്പുറത്തേക്ക് വരെ ഈ ഒരു അടുക്കളൻ്റെ അകത്ത് വരെ എത്തി ഈ വിഷയങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ ഏത് വിധത്തിലുള്ള ഒരു വലിയൊരു എന്താ പറയുക, അതിനൊരു കൂട്ടായ ശ്രമം, അതിന് പരിശ്രമം വേണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് അവരെ മോചിപ്പിക്കും. കാരണം ഒറ്റപ്പെട്ട കുറേ സംഭവങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട അതിന് എഡിറ്റായ ആൾക്കാരെ, അതിന് ചില മെഡിസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ബഹുമാനപ്പെട്ട താങ്കളൊരു ഡോക്ടറും കൂടിയാണ് അല്ലേ? അത് മുമ്പേ ഞാൻ യുനാനി ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഭീകരതയെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി തങ്ങളുടെ ഈ ഒരു മുന്നൊരുക്കത്തിന് എല്ലാവരുടെയും, ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ നാട്ടുകാരുടെ ഓരോ കുടുംബങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ അത് പറ്റൂ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ